ഹലോ, നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്കൊരു കായ്പോള റെഡിയാക്കിയാലോ. അതിനായിട്ട് നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാൻ ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും കൂടെ നല്ല ബ്രൗണായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. എന്നിട്ട് അതേ സോസ് പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നല്ല കാരമലൈസ് ആവുന്നത് വരെ മിക്സ് ചെയ്യണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട, പാല്, പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, ഒരു പിഞ്ചുപ്പ് എന്നിവ ചേർത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സ് നേന്ത്രപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാനിലേക്ക് മാറ്റണം. ആ പാനിലേക്ക് നമ്മൾ നന്നായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് എല്ലാ സൈഡിലും ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് അടിയിലൊരു തവ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഈവനിങ് സ്നാക്കും ഒരു നോമ്പുതുറ സ്നാക്കൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.